ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും കുറവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്ന കാര്യം ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് നമ്മൾ വാട്സാപ്പിൽ നിൽക്കുമായിരുന്നു. വാട്സാപ്പിൽ നിൽക്കുന്നത് നമ്മൾ നിങ്ങളുടെ കൂട്ടുകാർ പറയും യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പറയും. അപ്പോൾ നമ്മൾ ഇറങ്ങുക, പിന്നെ വീണ്ടും കയറുക, യൂട്യൂബിൽ കയറുക, അങ്ങനെയൊക്കെ ഒത്തിരി ചടങ്ങായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ക്രിയൻ ആപ്ലിക്കേഷനായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറാൻ സാധിക്കും. അപ്പം വാട്സാപ്പിൽ നിന്ന് യൂട്യൂബ് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷനായിരിക്കും നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനായാലും നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞാൻ അടുത്ത ടെക്നിക്കൽപരമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാം. ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ടൂൾ ബോക്സ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷനകത്ത് കയറുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് കയറിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം എനേബിൾ ടൂൾ ബോക്സ്. അപ്പോൾ നമുക്കത് എനേബിൾ ചെയ്തിടാം. അന്നേരം തന്നെ ഇവിടെ ഒരു ഇങ്ങനൊരു സംഭവം വരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താപ്പോട്ട് നോക്കുമ്പം ചേഞ്ചിങ് ടൂൾ ബോക്സ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കുക, ഇത് കളർ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളതിന് ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് വെക്കുക. അതായത് സെലക്ട് ആപ്പ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെന്ന്, അതായത് ക്യാമറ വേണമെങ്കിൽ ക്യാമറ ഇടാം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം നമുക്ക് കോൾ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഇതിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം താപ്പോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയി യൂട്യൂബ്, പിന്നെ വാട്സാപ്പ്, ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാര്യം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ വരിക്കണം വേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇത് നേരെ യൂട്യൂബ് താഴെ കൊണ്ടുവരാൻ വേണേൽ വാട്സാപ്പ് ഏറ്റവും മണ്ടയിലേക്ക് ആക്കാം. ഇങ്ങനെ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ വാട്സാപ്പിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഒരു ഫോർ എക്സാമ്പിളിന് വാട്സാപ്പിലേക്ക് കയറുകയാണ്. വാട്സാപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് പറയും. കണ്ടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വരും. ഇത് നമുക്ക് എവിടെ ആയാലും വെക്കാം. നടുക്ക് വെക്കാമെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വരും. നമുക്ക് നേരെ യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബിലേക്ക് നെറ്റ് ഓൺ ആക്കുന്നതുകൊണ്ട് യൂട്യൂബിലേക്ക് കയറത്തില്ല. പിന്നെ നമുക്ക് കോളിൻ്റെ അത് നമുക്കിങ്ങനെ ഏത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നു ആ ആപ്ലിക്കേഷനിലേക്കെല്ലാം നമുക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുവരെയും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്യാൻ. ഞാൻ ഇടുന്ന ടെക്നിക്കൽപരമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നതാണ്.